ഇതിൽ ഒരു പ്രശ്നം ഈ പറയുന്ന അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറയുന്ന പോലെ കർത്തയുടെ കാശ് വാങ്ങിക്കാത്തവരില്ല എന്നുള്ളൊരു അവസ്ഥയും കൂടെ ഉണ്ട്. ആ അല്ല, കർത്ത ഇതിൽ പെട്ടുപോയതിൽ ഈ കോൺഗ്രസ്സിനും മുസ്ലിം ലീഗിനും ഒക്കെയുള്ള വിഷമം ഇതാണ്. ഈ പിണറായി വിജയൻ പെട്ടതിൽ അവർക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ പാവം ശശിധരൻ കർത്ത ഇതിൽ പെട്ടുപോയി. അത് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. അതിലെല്ലാവർക്കും വിഷമമുണ്ട്. കാരണം ശശിധരൻ കർത്ത കേരളത്തിൽ ഒരു ബിസിനസ് നടത്തണമെങ്കിൽ വായിച്ചത്ത് ഇവർക്കൊക്കെ കപ്പം കൊടുത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തൊഴേണ്ടവരെ തൊഴുതു, കാശ് കൊടുക്കേണ്ടവർക്കെല്ലാം കാശ് കൊടുത്തു. ഞാൻ ഈ CMRL എന്ന് പറഞ്ഞ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോട്ടെ. ഇതാണ് ആ മനുഷ്യൻ ചെയ്ത കുറ്റം. വാസ്തവത്തിൽ CMRL ശശിധരൻ കർത്താവ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. കേരളത്തിൽ ഒരു ഫാക്ടറി തുടങ്ങി എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത മഹാഭാവം. അതിനുള്ള ശിക്ഷയാണ് വയസ്സുകാലത്ത് അങ്ങേര് അനുഭവിക്കുന്നത്, അങ്ങേരും അങ്ങേരുടെ കുടുംബക്കാർ. അല്ലെങ്കിൽ നോക്ക്, ഇവർക്കെല്ലാം കൈക്കൂലി കൊടുക്കാതെ ഈ നാട്ടിലെന്തെങ്കിലും നടക്കുമോ? ശശിധരൻ കർത്ത എഴുതി വെച്ച ഡയറി ഇവർ വീട്ടിൽ ചെന്നിട്ട് ആ ഡയറി അങ്ങേരുടെ ഫൈനാൻസ് മാനേജറുടെ വീട്ടിൽ നിന്നോ മറ്റോ ഡയറി കണ്ടെടുത്ത് അതിൽ നിന്നാണല്ലേ വിവരമൊക്കെ പുറത്ത് വരുന്നത്. ബാക്കി വ്യവസായികളൊക്കെ എന്താ ചെയ്യുന്നത്? അവരുടെ കമ്പ്യൂട്ടറിലോ എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്യും, അല്ലെങ്കിൽ ആ അളിയൻ്റെ വീട്ടിലോ ഒക്കെ കൊണ്ടുപോയി വയ്ക്കും ഡയറി. അങ്ങനെയൊക്കെ അവർക്കും ഉണ്ടാകും. അവർ കൊടുക്കുന്ന കൈക്കൂലി അവർ എവിടെയെങ്കിലും എഴുതി വയ്ക്കും. എത്ര കാശ് വന്നു എത്ര കാശ് പോയി എന്നറിയണ്ടേ? അപ്പോൾ അത് എഴുതി വയ്ക്കണ്ടേ? ഇതൊക്കെ ബാക്കി വ്യവസായികൾ ശ്രദ്ധയോടെ ചെയ്തു. കർത്താവും ശ്രദ്ധയോടെ തന്നെ ചെയ്തു. പക്ഷേ ഒരിടത്ത് വെച്ച് അത് സ്ലിപ്പായിപ്പോയി. അങ്ങനെ സംഭവിച്ചതാണ്.